നിങ്ങൾക്ക് കാശ്മീരിൽ പോകുമ്പോൾ ഇവരെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? കാണാനുള്ള വഴി പറഞ്ഞു തരാം. അതിനു മുൻപ് അറിയാത്തവർക്കായി ഇവരെ പരിചയപ്പെടുത്താം. ഇവരാണ് കാശ്മീരി ഗുജ്ജറുകൾ. ജമ്മു കാശ്മീരിലെ പരമ്പരാഗത ആദിവാസി ഗോത്ര വിഭാഗമാണ് ഗുജ്ജറുകൾ. ആടുകളെ വളർത്തലും പരിപാലിക്കലുമാണ് പ്രധാന തൊഴിൽ. നാടോടികളായ ഗുജ്ജറുകളും സ്ഥിരതാമസമാക്കിയ ഗുജ്ജറുകളുമുണ്ട്. ഇവർ സ്ഥിരതാമസമാക്കിയ ഗുജ്ജറുകളാണ്. പെഹൽഗാമിൽ വെച്ചാണ് ഞാനിവരെ കണ്ടത്. അത്താഴത്തിനുള്ള റോട്ടിക്ക് മാവ് കുഴക്കുകയായിരുന്നു നൂറ. അനിയത്തി ഇമ്രനും കൂടെയുണ്ട്. ഇവരുടെ ഉമ്മ ആഹാരം കഴിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് എന്നെ അകത്തേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി. അടുത്തിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. സ്നേഹത്തോടെ നിരസിച്ച് അവരുമായി കുറച്ചുനേരം മിണ്ടിയും പറഞ്ഞുമിരുന്നു. സംസാരിച്ചു നിൽക്കെ നൂറയും സഹോദരിയും ഇമ്രനും അകത്തേക്ക് വന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ എടുത്തു. വീടൊക്കെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇത് അവരുടെ അടുക്കളയാണ്. ഇതാ കണ്ടോ, എല്ലായിടത്തും നമ്മൾ കാണുന്ന പോലെ ഈ പരവതാനിയൊക്കെ വിരിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. കാർപ്പറ്റ് വിരിക്കാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല, നല്ല തണുപ്പുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ അവരുടെ അടുക്കളയൊക്കെ നോക്കിക്കേ, എന്ത് ഭംഗിയല്ല, എല്ലാ പാത്രമൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവർ സാധാരണയായിട്ട് വളരെ മണ്ണ് ഇതിൽ കുഴച്ച വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ബെറ്ററായ ഒരു വീടാണ്. സ്ഥിരതാമസക്കാരല്ലാത്ത ഗുജ്ജറുകൾ ആടുകളും കന്നുകാലികളും ഒക്കെയായി സദാ അലഞ്ഞു നടക്കുന്നവരാണ്. അവർ 3% മാത്രമാണിപ്പോൾ കാശ്മീരിലുള്ളത്. ഇവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ എത്തിക്കാനായി ഗോത്രഭാഷയായ ഗുജ്റി മാധ്യമമായുള്ള അധ്യാപനത്തിന് ശ്രമം നടക്കുന്നുണ്ട്. എംബ്രോയിഡറി വർക്കുകളാണ് ഗുജ്ജർ സ്ത്രീകൾ ചെയ്യുന്നത്. കാശ്മീരി എംബ്രോയിഡറിയുടെ ഉത്ഭവം ഈ ഗോത്ര വിഭാഗത്തിന്റെ കൈകളിലൂടെയാണ്. ഇവരെ കാണാൻ ശ്രീനഗറിൽ നിന്ന് ഷെയർ ടാക്സിയിലോ ബസ്സിലോ ബൈക്കിലോ ഒക്കെയായി പെഹൽഗാമിൽ എത്താം. ആരോട് ചോദിച്ചാലും ഗുജ്ജറുകളുടെ വാസസ്ഥലങ്ങൾ കാണിച്ചു തരും. ഗ്രാമവീഥികളിലും കൃഷിപ്പാടങ്ങളിലുമൊക്കെ ഇവരുണ്ടാകും. അപ്പോൾ റീൽ സേവ് ചെയ്ത് വെച്ചോളൂ, ഉപകാരപ്പെടും.